തിരുക്കുമാരനും കൃപാസന മാതാവിനും ആദ്യമായി 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജെറി ജോസഫ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 12 വർഷമായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ്. ഞാൻ നാട്ടിലെ നഴ്സിംഗ് പഠിച്ച ഒരു വ്യക്തിയാണ്. 12 വർഷമായിട്ട് ഞാൻ US സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പാസ്സാകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ തന്നെ പഠിച്ച് എഴുതാമെന്നുള്ളൊരു വിചാരമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാനൊരു ദിവസം പഠിക്കാനിരിക്കും, പക്ഷേ 2 മണിക്കൂറൊക്കെ അറ്റ്ലീസ്റ്റ് പഠിക്കും. ബാക്കി സമയം എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ പോയി, വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ 10-12 വർഷമായി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ജോലിക്ക് ചെല്ലുമ്പോഴും അവർ പാസ്സായി എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സാകണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഒരു പൈസ ഉണ്ടാക്കും, കുറച്ച് ഓവർ ടൈമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കും, എവിടെയെങ്കിലും പോയി കോച്ചിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പൈസ ഉണ്ടാക്കി സേവ് ചെയ്ത് വെച്ച് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ ഞാൻ എനിക്കിത് പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രൊഫഷൻ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കും. പിന്നെ കുറേയൊക്കെ പഠിച്ച് പോയി എഴുതും. പക്ഷേ അതൊന്നും അത്രയ്ക്കും പാസ്സാകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അത് പോരായിരുന്നു. ഞാൻ ഒരു 4 പ്രാവശ്യം പരീക്ഷ എഴുതി. എനിക്ക് അത് പാസ്സാകാൻ പറ്റിയില്ല. പിന്നീട് എനിക്കിനി ഇത് പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ 5 വർഷം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷം മുമ്പ് എൻ്റെ വൈഫ് പാസ്സായി. വൈഫ് രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പം വൈഫ് ഇങ്ങനെ പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകണം, അതല്ലേ നല്ലത്, എല്ലാവരും പാസ്സാവുന്നു. ഞാൻ ജോലി വേറെ സ്ഥലത്തോട്ട് മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒത്തിരി മലയാളികളുണ്ട്. അപ്പം ഓരോ മാസം ചെല്ലുമ്പോഴും ഇങ്ങനെ ഓരോരുത്തർ പാസ്സായി എന്ന് പറയുമ്പോൾ എനിക്കും ആഗ്രഹമാണ് പഠിക്കണം, എങ്ങനെയെങ്കിലും RN തന്നെ ജോലി ചെയ്യണം. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു 6 മാസം മുമ്പ് ഞാൻ നാട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ 2ാമത്തെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിൽ അച്ഛൻ്റെ ടോക്കുകളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പം ഞാനതിങ്ങനെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, എനിക്കിതുപോലൊരു സാക്ഷ്യം വന്ന് പറയണം. അപ്പം എനിക്കിതൊന്ന് പഠിച്ച് പാസ്സായി ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറയും. അപ്പം അങ്ങനെയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് ദിവസം തോറും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. യൂട്യൂബിലൂടെ അച്ഛൻ്റെ ടോക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പം ഞാനിങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ വന്നിങ്ങനെ പള്ളിയിലിരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, 2024 ജനുവരി ഞാനിവിടെ വന്നൊരു സാക്ഷ്യം പറയും, എനിക്ക് പറയാൻ പറ്റണം. എനിക്ക് എൻ്റെ രജിസ്റ്റേർഡ് നേഴ്സിംഗ് എക്സാം 2023 ഡിസംബർ 25 മുമ്പ് തന്നെ എനിക്ക് പാസ്സാകണം എന്ന് ഞാൻ കൂടുതലായിട്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പം ഇവിടെ ഉടമ്പടി പുതുക്കണം, 3 മാസം കുടുംബം പുതുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് 3 ആഴ്ചത്തെ അവധിയുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്കിവിടെ 2024 ഒരു സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് സാഹചര്യം ഒരുക്കണം എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്ന് തിരിച്ചു പോയി. അപ്പോൾ ഓൺലൈനിൽ കൂടെ ഞാൻ പോയി തിരിച്ച് അമേരിക്കയിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഉടമ്പടി എടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ എനിക്കൊരു ക്ലാസ്സിന് പോകണം, ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകണമെന്നും കൂടെ ഞാൻ അമ്മയോട് പറഞ്ഞു. അല്ലാതെ ഇനി തന്നെ ഇരുന്ന് പഠിച്ചാൽ ശരിയാകത്തില്ല, സമയം പോവും,
വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പഠിച്ച് ശരിയാകത്തില്ല, എവിടെയെങ്കിലും പോയി പഠിച്ചാൽ ശരിയാകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇനി ക്ലാസ്സിന് പോയി പഠിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്ലാസ്സിന് പോകാനൊരു മടിയാണ്. $15,000 കൊടുത്ത് വേണം പോകാനായിട്ട്. അത്രയും പൈസ മുടക്കി പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം ഒരുക്കണം, പോയേ പറ്റൂ, പാസ്സായേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ തേനും കൗണ്ടറിൽ നിന്ന് അമ്മയുടെ കാശ് രൂപവും ഉപ്പുമൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. കൂടാതെ പത്രവും മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ തിരിച്ച് ചെന്നു, അമേരിക്കയിൽ ചെന്നു. അപ്പം എനിക്ക് 1-2 അറിയാവുന്നവർ ഞാൻ പത്രം കൊടുത്തു. പിന്നെ ഈ തേനും കാശ് രൂപമൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തേൻ എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു. അപ്പം ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ ഞാൻ നോർത്ത് കരോളിന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം 4 മാസത്തേക്കായിരുന്നു അത്. ആ കോച്ചിങ് ക്ലാസ് ഞാൻ 2-ാം തീയതി മുതൽ 2023 ഡിസംബർ 16-ാം തീയതി വരെ ഞാൻ അവിടെ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. അത് പഠിച്ചു. അപ്പം ആദ്യമൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം ക്ലാസ്സിൽ ആൻസർ പറയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും അത് നിർത്തിയിട്ട് പോകാം, തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം പിന്നെയും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് പഠിക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യമേ അത് ചൊല്ലിയിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ നേരത്തെ വീട്ടിൽ ഒരു 2 മണിക്കൂർ പോലും എനിക്ക് പഠിക്കാൻ പറ്റാത്ത എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഒരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കാൻ സാധിച്ചു. ഒരു മടുപ്പും ഇല്ലാതുകൊണ്ട്, ഒരു ഉറക്കം ഒന്നും ഇല്ലാതുകൊണ്ട് രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിച്ച് ഞാൻ അത് ഓരോ ദിവസവും പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് അപ്പം ക്ലാസ്സിൽ ആൻസർ ചോദിക്കുമ്പോൾ ആദ്യം എനിക്ക് ആൻസർ പറയാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. അപ്പം ഞാൻ ഈ കാശുരൂപം ചോദ്യം ചോദിക്കുന്ന ഒരു സെക്ഷൻ, ഒരു ആദ്യത്തെ 2 മണിക്കൂർ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് ഈ കാശുരൂപം എടുത്ത് ഞാൻ എൻ്റെ കൈ പിടിച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആൻസർ പറയാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ആദ്യം ഇത് കുറച്ചൊക്കെ എനിക്ക് മാറ്റം വന്ന് തുടങ്ങി. 2-ാമത്തെ മാസമായപ്പം എനിക്ക് കൂടുതൽ ആൻസർ പറയാൻ തുടങ്ങി. ക്ലാസ്സിൽ ടെസ്റ്റ് ഇടുന്ന സമയത്ത് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പഠനം ഇമ്പ്രൂവായി മുന്നോട്ട് പോയി. അപ്പം നഴ്സിംഗ് ഫീൽഡായ കാരണം മെഡിസിൻ്റെയൊക്കെ പേരുകളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പാടായ ഒരവസ്ഥ വന്നു. അപ്പം ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചു. ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. അപ്പം അത് ഞാൻ ബുക്കിൽ വെച്ച് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കൂടാതെ എനിക്ക് പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഞാൻ ഈ തേനെടുത്ത് ഞാൻ കഴിക്കുമായിരുന്നു. കൂടാതെ ഉപ്പെടുത്ത് ചോറിനകത്തൊക്കെ ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് കൂടുതൽ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു. അപ്പം ക്ലാസ്സിൽ മറ്റുള്ളവർ ആൻസർ കൂടുതൽ പറയുമ്പം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത്. അപ്പം ഞാൻ ആ സമയങ്ങളിലെല്ലാം ഈ കാശുരൂപം എടുത്ത് കൈപ്പിടിച്ച് ഞാൻ കൂടുതൽ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും, ഞാൻ പാസ്സായേ ഇനിയും ഞാൻ നാട്ടിലോട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പം ഓരോ ദിവസം ചെല്ലുന്തോറും പഠനം കൂടുതൽ ഹാർഡായിട്ട് വന്നിരുന്നു. പക്ഷെ എന്നാലും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് എനിക്ക് അത് പറ്റുന്ന പോലെ പഠിച്ച് മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ജനുവരി മാസത്തിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ ഒരു മാതാവിനോട് പറഞ്ഞു, എനിക്ക് ജനുവരി അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ട് പോകുന്ന സമയത്ത് 2024 ജനുവരിയിൽ എനിക്കിവിടെ നിന്നൊരു സാക്ഷ്യം പറയണം, എനിക്ക് പാസ്സാകാൻ പറ്റണം. അപ്പം ഞാൻ പിന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ പറയുന്നത് കേട്ടു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് മാതാവിന് കൂടുതൽ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഡിസംബർ 25 മുമ്പായിട്ട് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിസംബർ 20-ാം തീയതി ഡേറ്റ് എടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്ത് ആ ദിവസം വെച്ച് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈ നിയോഗം ഞാൻ എഴുതി ബൈബിളിൽ വെച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ പഠിക്കാൻ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ഞാനിത് ആവർത്തിച്ച് ചൊല്ലി പറഞ്ഞിരിക്കും, എനിക്ക് നിയോഗം വേണം, എനിക്ക് പാസ്സാകണം, പാസ്സായേ പറ്റൂ, എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാൻ പറ്റണം
എന്നാലേ ഉള്ളൂ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നൊരു സാഹചര്യം. എനിക്ക് മനസ്സിന് സന്തോഷവും ഒക്കെ വേണം. അപ്പോൾ എനിക്കൊരു പാർട്ടിയിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഡിസംബർ 25-ാം തീയതി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഒരു ഡേറ്റ് എടുത്ത് 20-ാം തീയതി ഡേറ്റ് എടുത്തു. ഞാൻ 20-ാം തീയതി പരീക്ഷ എഴുതി. എനിക്ക് മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് 12 വർഷമായി ഞാൻ ട്രൈ ചെയ്തിരിക്കുന്ന എൻ്റെ RN എക്സാം, രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം എനിക്ക് പാസ്സാകാൻ സാധിച്ചു. 2023 തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാതാവ് എനിക്കത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പരീക്ഷ പാസ്സാകാൻ സാധിച്ചു. കൂടാതെ ഇതിനോടിടയ്ക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് നല്ല കാരുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും പോലും സമയമില്ലായിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എക്സാം പാസ്സായി കഴിയുമ്പം ഞാൻ ജോലി ചെയ്ത് എൻ്റെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ കൂട്ട് കുറച്ച് പൈസകൾ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി അത് ഉപയോഗിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫിൻ്റെ ഒരു കൂട്ടുകാരത്തി അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി. അപ്പം അവർക്ക് സാമ്പത്തികമായ സഹായത്തിൻ്റെ ആവശ്യം വന്നപ്പം ഞാൻ ഈ നിയോഗം ആ സമയത്ത് പറഞ്ഞ് ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായി ഞാൻ അവരെ സഹായിക്കുകയും ചെയ്തു. കൂടാതെ ഞാനിപ്പോൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം വൈഫിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി അവരെ നേരിട്ട് കാണുകയും അപ്പോൾ അവരുടെ സാമ്പത്തികമായി വീണ്ടും ഞാൻ സഹായിക്കുകയും ചെയ്തു. കൂടാതെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. അപ്പം സാമ്പത്തികമായി ഒത്തിരി പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പം എനിക്കിത് പാസ്സായി കഴിഞ്ഞാൽ ഇതുപോലെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാഹചര്യമില്ലാതെ പൈസ ഇല്ലാത്തവരെ ഞാൻ സഹായിക്കും. അപ്പം അതിന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം ഞാൻ അതിലേക്ക് മാറ്റി വെക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് മാത്രം ജീവിക്കാനല്ല, മറ്റുള്ളവർക്കും കൂടെ ഒരു സഹായത്തിനായിട്ട് എന്നെ ഇത് പാസ്സാക്കണം. അത് പ്രത്യേകം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഏതായാലും കൃപാസന മാതാവ് എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. കൂടാതെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ടോക്കുകൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന പല സാക്ഷ്യങ്ങളും എനിക്ക് കേട്ടപ്പം എനിക്കും ഇതുപോലെ പറ്റും, ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കും എൻ്റെ നിയോഗങ്ങളും എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കങ്ങനെ ഒരു മനസ്സിലേക്കൊരു നല്ലൊരു വിശ്വാസം വന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോഴും സാധാരണ ഞാൻ സ്റ്റേജിലൊന്നും കയറാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു പള്ളിയിൽ പോലെ ആൾക്കാരിൽ നിന്ന് ബൈബിൾ വായിക്കാൻ പോലും പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുന്ന പതിവാണ്. പക്ഷേ എനിക്കിന്നിപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുമ്പം എനിക്ക് ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറയുമ്പം എനിക്കൊരു കുഴപ്പമില്ലാതെ ധൈര്യത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വലിയൊരു അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. കൂടാതെ എനിക്കൊരു സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. ആ അലർജി വളരെയധികം മാറ്റമുണ്ട്. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്തും ഇപ്പോഴും അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. എനിക്ക് സാധാരണ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഞാൻ നോൺ വെജൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിക്കുന്ന കാരണം എനിക്ക് ഒത്തിരി കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. എനിക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു.